Hi guys, welcome to our new vlog. This is me Jomi and Nirmal. Guys, അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറി പാർട്ട് 2 നമ്മൾ അങ്ങനെ റിലീസ് ചെയ്യാൻ വിചാരിച്ചു ഗൈസ്. ബിക്കോസ് നല്ലൊരു റെസ്പോൺസ് പാർട്ട് 1 ഉണ്ടായി. എല്ലാവരും നമ്മളടുത്ത് കമന്റിലൂടെ ചോദിക്കാൻ തുടങ്ങി. അത് വേറെ വീഡിയോയിൽ ഇടുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിച്ചാണെങ്കിൽ പാർട്ട് 2 ഇട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ സൂണായിട്ട് തന്നെ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് നന്നായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഡിലേ വന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു. സ്ഥലം എന്ന് പറയുന്നത് സുഭാഷ് പാർക്ക് ആണ്. സെക്കൻഡ് മീറ്റപ്പും ഇവിടെ തന്നെയായിരുന്നു. സെക്കൻഡ് മീറ്റപ്പ്, അതായത് ഫസ്റ്റ് മീറ്റപ്പ് നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിലായിരുന്നു. അത് ഫസ്റ്റ് പാർട്ട് 1 കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് പാർട്ട് 1 കാണുക. എന്നാൽ മാത്രമേ ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലിയർ ആവത്തുള്ളൂ. അതിക്ക് മുമ്പ് നമ്മൾ ഫസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ പേര്, അതായത് ആരും അംഗീകരിക്കാത്തൊരു പ്രണയമായിരുന്നു ഞങ്ങളുടെ നിന്ന്. അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ആരും അംഗീകരിക്കാത്തെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ സംസാരിക്കുന്നിടത്ത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും. സോഷ്യൽ മീഡിയ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പൊ കൂടി ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കാര്യങ്ങളെ ഷെയർ ചെയ്യാനും കൂടെ പറ്റി. ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫ് പോണത്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയ സ്ഥലവും ഒരു സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് നമ്മൾ എല്ലാവരും പണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പത്തെ ട്രെൻഡിങ് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു ട്രെൻഡിങ്. അപ്പൊ അന്ന് എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അന്ന് ഇപ്പോൾ ഒട്ടും ഉപയോഗിക്കാത്ത ഒരു ആപ്പാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫേസ്ബുക്കിലൂടെയാണ് ജോ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞത്. ഞാനിഷ്ടമെന്ന് പറഞ്ഞില്ല, ഞാനൊന്നല്ല ഫസ്റ്റ് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഫേസ്ബുക്കിലൂടെ ഞാൻ ഒരു എനിക്ക് കുറച്ച് പേര് മാത്രമേ കുറച്ചല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചൈനീസ് നല്ല കോഴിയായിരുന്നു. അപ്പൊ നമ്മള് സാധാരണ എല്ലാവരും എല്ലാം മിക്കവരും ചെയ്യണ പോലെ തന്നെ ഒരു ദിവസം ബ്ലോക്കാണ് വരെ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുമായിരുന്നു. അങ്ങനെയോ ഏതോ ഒരു ദിവസം ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഒരാളായിരുന്നു ജോ എന്ന് പറയുന്ന ഈ ഭൂതന. അപ്പോൾ ജോ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. ആക്ച്വലി ഞാൻ ആ ടൈമിൽ നല്ല ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് റിക്വസ്റ്റ് ഉള്ള സമയത്ത് അപ്പോൾ ഞാൻ എല്ലാവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. എന്താണ് ഡിപ്രഷൻ കാര്യം? എനിക്ക് ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ തേപ്പൊക്കെ കിട്ടി ഗൈസ്. അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ആണുങ്ങളോടും ദേഷ്യമാണ്. പക്ഷെ ആ സമയത്ത് എല്ലാവരോടും ഞാൻ സംസാരിക്കും. ഞാൻ ഇതിനോട് സംസാരിക്കാതിരിക്കാൻ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ റിക്വസ്റ്റുകളും അക്സെപ്റ്റ് ചെയ്ത്. പക്ഷേ കുറേ കോഴികൾ നമുക്ക് ഹായ് അയച്ചാലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒരു കോഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹായ് അയച്ചോണ്ടേ ഇരിക്കും. ഇങ്ങനെ കുറേ ഹായ് അയച്ചുകൊണ്ടിരുന്നു അല്ലേ. പക്ഷേ ഹായ് അയച്ചാൽ എന്തോ ഒരു സംഭവം എനിക്ക് പണ്ടറിയാവുന്ന കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടായിരുന്നു ചാറ്റിങ്ങിലൂടെ. ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള കോഴിയായിരുന്നു. ഡിന്നർ, ലഞ്ച് അതൊക്കെയായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ ചോദിക്കുമായിരുന്നു, റെസ്പോണ്ട് ഇല്ലാന്ന്. പക്ഷെ നമ്മളപ്പം നേരം ഇതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ പണ്ട് നമ്മൾ ഉപേക്ഷിച്ച് പോയാനെ. പക്ഷെ അന്നേരം നമ്മൾ വേറെ കുറെ പേരായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഗൈസ്. അപ്പൊ അവരോടൊക്കെ ചാറ്റ് ചെയ്യണ കൂട്ടത്തിലാണ് എനിക്കും കൂടെ മെസ്സേജ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബോറടിച്ചില്ല. പക്ഷെ നിന്റെ പട്ടി ഷോയും കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കത്തയക്കണ ഇയാളെ കിട്ടിയത് നിങ്ങൾ പറയണ ഒരു കത്തയക്കണ പോലെ ആയിരുന്നു ജോനി. കത്താനെ കുറച്ച് സ്പീഡിലെത്തിയാൽ അപ്പൊ ഞാനിങ്ങനെ ഹായ് എന്നൊരു റെസ്പോണ്ട് ഞാൻ തിരിച്ചു ചെയ്യും. പക്ഷെ കുറച്ച് പതുക്കെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ചാറ്റിങ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ആ സമയത്തൊന്നും മൈഗ്രെയിൻ ടാബ്ലറ്റ്സ് എന്തോ കഴിക്കുമായിരുന്നു തോന്നുന്നു അല്ലേ. അതെന്തോ ഒരു കോൺവെർസേഷൻ 2016 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ഫേസ്ബുക്കിലൂടെയുള്ള ആ ചാറ്റിങ്. അപ്പൊ നമ്മളൊരു സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്, ഫ്രണ്ട്സ് പോലും ആയിട്ടില്ല. ഒരു തരത്തിലുള്ള പരിചയമില്ല, കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു മെസ്സേജ് അല്ലെ, ഒരു ഹായ് എന്നൊരു മെസ്സേജിനാണ് നമ്മുടെ അതെ 1000 ഹായിലാണ് നമ്മുടെ ഒരു സ്ട്രേഞ്ചർ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ട്രേഞ്ചറിന്റെ ഒരു ഹായ് മിസ് ആരും അംഗീകരിക്കില്ല. 2017 മാർച്ച് 24 നമ്മൾ ഫസ്റ്റ് മീറ്റപ്പ് നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞേക്കണ കാര്യങ്ങളാണ്. ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതില്. ഞാൻ ആ ഡേറ്റ് ഈ 1 ഇയർ ഗ്യാപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ചാറ്റ് ചെയ്തിട്ട് പിന്നെ
ഞാൻ ജോൻ്റെ അടുത്ത് ഫോൺ നമ്പർ ചോദിച്ചു തുടങ്ങിയായിരുന്നു. പക്ഷെ ജോ കട്ട സീനായിരുന്നു, തന്നില്ല. ജോ അങ്ങനെ കുറേ ഞാൻ ചോദിച്ച് 2016 ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്പർ തന്നു. നമ്മൾ നമ്പർ കൊടുത്തു. നമ്പർ തന്നു. കാരണം പ്രശ്നമില്ലാത്ത കോഴിയാന്ന് മനസ്സിലായി. കാരണം ഒരു കുറെ പേരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ചാറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം അത്ര നേരം ഒരു ഓൺലൈനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ എന്തായാലും എന്നെ മാത്രം മെസ്സേജ് ചെയ്യണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് എന്നെപ്പോലെ മറ്റൊരു കോഴിയാന്ന് വിചാരിച്ചു. കാരണം ജോനെ ഞാൻ ഓൺലൈനിൽ കാണാറുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജോനെ ഞാൻ ഓൺലൈനിൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടായിരുന്നു ഗൈസ് മെസ്സേജ് ഇട്ടു. ഓക്കെ, ഞാൻ അതൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു ഗൈസ്. എനിക്ക് അങ്ങനെ ഒന്ന് ഫേസ്ബുക്കായിട്ടുള്ള അത്ര ഒരു അറ്റാച്ച്മെന്റ് അപ്പോഴും ഇല്ലായിരുന്നു, എനിക്ക് ഇപ്പോഴും ഉണ്ടായില്ല. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ പണ്ടാരം പറയണ ഈ ന്യൂസ് ഫീഡ്സ് ഒക്കെ കണ്ടോണ്ട്. കാരണം ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല. നൈറ്റ് ആണെങ്കിൽ ഉറക്കവുമില്ല, തലക്ക് പട്ടുപിടിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തോരം പേരുണ്ടായിരുന്നു. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല സീരിയസ്ലി. എനിക്ക് ആകെ 2 പേര് എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ചൈനക്കാട് മുമ്പ് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഒന്ന് തേച്ചിട്ട് പോയി, ഒന്ന് അത് പറയുന്നില്ല. ഓക്കെ ഓട്ടെ പറ. അപ്പൊ എന്താ പറഞ്ഞ ഓക്കെ, ആക്ച്വലി നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ആൻഡ് ദെൻ നല്ലൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തത് ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഈ ചാനൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നമ്പർ കൊടുത്തു. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ, ഒറ്റടിക്കനെ ചാടിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോ പറഞ്ഞ പോലെ ജോ കണ്ടേല് കുറെ കോഴികളെ പോലെ അതിനകത്ത് ഒരു കോഴിയായി മാറി. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം ഒറ്റടിക്ക് ആക്രാന്തം പിടിച്ച് ചോദിച്ചില്ല. ആ സാധനം ഒന്നും പിടിച്ച് ചോദിച്ചില്ല. ഞാൻ ഫസ്റ്റ് ജോട്ട് ചാറ്റ് ചെയ്ത് കിട്ടുന്നല്ലോ, ചാറ്റ് ചെയ്ത് കിട്ടി തുടങ്ങിയില്ല. കത്തുന്നുള്ളത് ചാറ്റിലേക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോൺ റിപ്ലൈ വന്നത് പോലെ. അപ്പോൾ ജോൺ റിപ്ലൈ വന്നത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് പിന്നെ മാറി ചാറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ ലുഡോ ഒക്കെ കളിച്ചു തുടങ്ങി. അതിനും വലിയൊരു സംഭവം. അപ്പൊ അവള് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്പർ ചോദിച്ചു തുടങ്ങി. നമ്പർ വാട്സാപ്പിലും കണക്ക് തന്നെയാണ് ഒരു 2 hours കഴിയുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. നമ്പർ ചോദിച്ചു തുടങ്ങി. നമ്പർ ചോദിച്ചിട്ട് പിന്നെ ജോ കുറെ ഇതുപോലെ ഞാൻ പെട്ടെന്ന് തന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്പർ എനിക്ക് കിട്ടിയത്. നമ്പർ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുത്ത ഘടകം എന്ന് പറയുന്നത് കാണണമല്ല. ഇതോട്ട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ജോയുടെ വീക്ക് പോയിന്റ്സും ജോക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ മൈൻഡിൽ സെറ്റ് എല്ലാം ചോദിച്ചറിഞ്ഞു വെക്കുമായിരുന്നു. എനിക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കില്ലേ, അതായത് ഞാൻ മൈഗ്രെയിൻ ടാബ്ലറ്റ്സ് കഴിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്കിൽ ഒരു Monday to Saturday കഴിക്കുന്നു അല്ലേ. അത് ആ ടാബ്ലറ്റ്സ് മുടങ്ങാണ്ട് കഴിച്ച് ഒരു ദിവസം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, നമുക്ക് തലവേദന വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും മറന്നു പോകും. ഞാൻ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴോ ഞാനത് പറഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നെ സത്യം. അതായത് എന്റെ ശീലം അനിയത്തി വഴിയിലാ എന്ത് കരുതലാടി, വേറെ ആരെങ്കിലും നിന്നോട് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എല്ലാ ടൈമിലും എൻ്റെ അടുത്ത് ആ ഗുളി കഴിച്ചു, ടാബ്ലറ്റ്സ് കഴിച്ചു ഇങ്ങനെ ചോദിച്ചോണ്ടേ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഇറിറ്റേഷൻ ആണ്. ഞാൻ ചോദിക്കും എന്തിനാണ് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നൊരു മൈൻഡ് ഉണ്ടായുള്ളൂ. വാട്സാപ്പിൽ അത് റിമൈൻഡ് ചെയ്യും. പക്ഷേ ആ റിമൈൻഡ് ചെയ്യുന്നതായിരുന്നു ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്, വേറെ കാര്യം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും പ്രാന്തിലാണ്ട് നിങ്ങൾ കാണുന്ന ഈ പിന്നെ മൈഗ്രെയിൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോനെ കാണാൻ വേണ്ടി ഞാൻ ചോദിച്ചു തുടങ്ങി. ജോ കാണാൻ 2016 ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്ത് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 2017 March 24 നമ്മൾ ഫസ്റ്റ് മീറ്റ്. ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ബർത്ത്ഡേക്ക് എന്തായാലും എനിക്ക് മീറ്റ് ചെയ്യണം. കുറേ പ്രാവശ്യം മീറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ദിവസമൊക്കെ ഞാൻ കൊതിപ്പിക്കും വേറെ തിരക്കണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് വേറെ കറങ്ങാനൊക്കെ പോകും. പിന്നെ വേറെ കറങ്ങാൻ ഞാൻ ആകെ എൻ്റെ ഒരു ഫ്രണ്ടിലൂടെ മാത്രമേ കറങ്ങാൻ പോകുള്ളൂ. നോട്ട് എ മെയിൽ ഫ്രണ്ട്, ഇറ്റ്സ് എ ഗേൾ. പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല, ബിക്കോസ് ഓഫ് സംതിങ് ഓഫ് പ്രൈവസി. ഓക്കെ. ആൻഡ് ദെൻ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മീറ്റ് ചെയ്തു. അതാണ് ആ വിശേഷങ്ങൾ ഫസ്റ്റ് വീഡിയോ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അത് കഴിഞ്ഞിട്ട് അതായത് മീറ്റപ്പ് കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് ഇവിടെ ഇപ്പം. അതായത് ഫസ്റ്റ് മീറ്റപ്പ് നമ്മൾ കഴിഞ്ഞു. 2017 March 24 ആണ് നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ്. അതിന് ആഫ്റ്റർ നമ്മൾ കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അധികം പിന്നെ നമ്മളിങ്ങനെ കാണുമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഒരു സെക്കൻഡ് മീറ്റപ്പിന് നമ്മളിവിടെ വരുന്നു. ഞാൻ ആദ്യം ഇവിടെ വന്നു. ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അല്ല, എനിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഒരു സൺഡേ ആയിരുന്നു. ആ സൺഡേ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു.
അത് ഞാൻ എന്തായാലും എന്താണെന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ എൻ്റെ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ വന്ന കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തത്. എൻ്റെ അടുത്ത് പോലും ഷെയർ ചെയ്തിട്ടില്ല. അത് എൻ്റെ മാത്രം ഒരു പ്രൈവറ്റ് തിങ്ങാണ്. അത് ജോടൊപ്പം മണ്ണോട് ചേർത്ത് ദൃശ്യം. അത് വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നതിൽ ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അങ്ങനെ ഞാൻ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പം അന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒരു 11 അല്ല അതിന് മുമ്പ് നിങ്ങളെ വന്നേക്കുമ്പോൾ എനിക്കൊന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11 കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാണാണ്ടി പറ്റുമോന്ന് ചോദിച്ചോണ്ട്. അതിന് ഇവിടെ നിന്നാണ് വിളിക്കണം. ആണോ? അപ്പൊ അത്ര ഇവിടെ ഇരിക്കണേ? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പേഴ്സണായിട്ടൊന്നും അത്ര ഡീപ്പായിട്ട് ചാനായിട്ട് ഞാൻ എന്താ പറയുക മിങ്കിൾ ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്ന ദിവസമായിരുന്നു അന്നത്തെ ദിവസം. ആ ദിവസം ഞാൻ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു. അവളെ വേണമെങ്കിൽ എനിക്ക് വിളിക്കായിരുന്നു. പക്ഷെ ഞാൻ അവളെ പോലും വിളിച്ചില്ല. അത് എന്താ പറയുക നിമിത്തം വിളിച്ചാൽ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഈ ഒരു മനുഷ്യനാണെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചേരേണ്ടവരെന്തായാലും ചേരണമെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം ഞാൻ അറിയാണ്ട് എനിക്ക് വീക്ക് പോയിന്റ്സിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കും പിന്നീട് ലൈഫിലേക്ക് നമ്മുടെ ഒരു മെയിൻ ആളായി മാറും. അതുപോലെ തന്നെ എന്താണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് ഇച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് വരുമോ, ഇവിടെ വരുമോ, എനിക്കിത് കാണാനാണ്, എനിക്ക് സംസാരിക്കാനാണെന്ന് എന്തോ പറഞ്ഞു. ഇച്ചാൻ കേട്ടുപാട് വിത്തിൻ കുറച്ച് നേരം കൊണ്ട് ഫോട്ടോ വെച്ചിലാണ് വരാൻ എന്തായാലും സമയം എടുക്കും. ഇച്ചാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇച്ചാനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചാന്റെ എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നീ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഉറക്കത്തിന് ഉറക്കത്തിൽ അതായത് തലേ ദിവസം എനിക്ക് ഫോക്സോന് വർക്ക് ചെയ്യണേ. അന്നേരം ഇപ്പൊ എന്റെ കൈ എന്തോ എന്തിന്റെ എഞ്ചിന്റെ ഇടയിൽ എന്തോണ്ട് പോയിട്ട് എന്റെ കൈ എന്തോ എഞ്ചിന്റെ ഇടയിൽ എന്തുകൊണ്ട് പോയിട്ട് ചുറ്റിയൊക്കെ വെച്ചാണ് എൻ്റെ കൈ. ഇത് നോട്ട് ചെയ്ത് വെച്ചു നിങ്ങൾ. അങ്ങനെ ഞാൻ അതൊക്കെ അമ്മിച്ച് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുട്ടാല് വെട്ടെന്ന് പറഞ്ഞ രീതിയിലൊക്കെ നിൽക്കണായിരുന്നു. സൺഡേ ഇരുന്നല്ല, സൺഡേ പുറത്ത് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോയിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഞാൻ അതൊക്കെ ഭയങ്കര സംഭവം പറയാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. സന്തോഷം അതായത് ഒട്ടും എക്സ്പെക്ട് ചെയ്യണില്ല. കാരണം ഫസ്റ്റ് മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ജോ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ ഓടിക്കളിച്ച് എത്തിയപ്പോഴത്തേക്കും ജോ വെറുതെ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇച്ചാൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കണം. ഞാൻ ഇതുവരെ ഈ കാര്യം ചോദിച്ചിട്ടില്ല. ഞാൻ ഇത്രയ്ക്ക് ക്യൂരിയസായിട്ട് കേട്ടു ആക്കിയ പോലെയുള്ള ഒരു സീനായിരുന്നു. കാരണം ഞാൻ വന്നിട്ട് ജോ ഇവിടെ ഇരിക്കണുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കണം. അപ്പം ഞാൻ മഞ്ഞ വഴിക്ക് ഞാൻ ഒരു റെസ്പെക്ട് ചെയ്തു. ഫസ്റ്റ് മീറ്റപ്പ് കഴിഞ്ഞവിടെ ഇഷ്ടമായി തുടങ്ങി നല്ല രീതിയിലേക്കാണ്. പക്ഷേ ജോയുടെ ഫേസിലാവുന്ന ഒട്ടും റിഫ്ലക്റ്റഡ് അല്ലാതെ ജോ ഒരു സെഡ് ജോ പറഞ്ഞാൽ സെഡ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ല. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് തന്നെ പോവാന്ന് പറഞ്ഞു. അപ്പം നോക്കിയടിക്കാൻ തോന്നി എനിക്ക്. ജോ എൻ്റെ കൈ എന്ത് പറ്റി ചോദിച്ചില്ല. ഞാൻ അങ്ങടായിട്ട് ഈ സെൻറ്റിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് കാണിച്ചപ്പോൾ ജോ ആക്ച്വലി ഞാൻ പ്രസന്റ് ഓഫ് മൈൻഡ് ആയിരുന്നില്ല. ആ ഒരു സമയത്ത് ആ ഇച്ചാൻ വന്നത് എനിക്ക് ആരെങ്കിലും എൻ്റെ കൂടെ ആ സമയത്ത് വേണം തോന്നി. ഞാൻ ഏറ്റവും വീക്കായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ചത് ഇച്ചാനെയാണ്. സോ ഇച്ചാൻ എനിക്ക് ആരും ആയിരിക്കണം എൻ്റെ ലൈഫിൽ വരുമെന്ന് ദൈവത്തിന് അറിയണോണ്ടായി ഞാൻ ഇച്ചാനെ വിളിച്ചത്. ഞാൻ ഇപ്പോഴും ആ ഒരു മൊമെൻറ്റ് ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ ഇല്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇച്ചാനെ വിളിച്ചത്. ഇപ്പം ലൈഫിൽ എപ്പോഴും നമുക്ക് ഓരോ ആൾക്കാരും നമ്മുടെ ലൈഫിൽ നമ്മൾ പരിചയപ്പെടേണ്ടത് എന്തിൻ്റെങ്കിലൊക്കെ ഒരു റീസൺ കൊണ്ടായിരിക്കും. ആ ഒരു പേഴ്സണത്തിന് ഞാനിപ്പോൾ കല്യാണം കഴിച്ചാൽ ഇപ്പോഴും ഹാപ്പി ആയിട്ടുണ്ട് പോണതും എല്ലാം ഒരു നിമിത്തമാണ് കഴിച്ചു. എനിക്ക് ഇപ്പോഴും സങ്കടം വരും അന്നത്തെ ദിവസവും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. നീ പറയുന്നിടത്ത് പറ കാര്യം പറ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് നമ്മൾ പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ചാറ്റിംഗ് ഒക്കെ കൂടി തുടങ്ങി. അതായത് വാട്സപ്പിലൂടെ ജോ മെസ്സേജൊക്കെ കണ്ട് പെട്ടെന്ന് റിപ്ലൈ ഒക്കെ തന്നു തുടങ്ങി. സെക്കൻഡ് മീറ്റപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ കഴിച്ച് നമ്മള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ രീതിയിൽ തന്നെ പറയാം. നമ്മൾ അത്യാവശ്യം ചാറ്റ് ചെയ്ത് തുടങ്ങി. ഒരു മോർണിംഗ് ടു നൈറ്റ് വരെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ വിളിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ടില്ല. കോളിംഗ് ഒന്നും ഇല്ല അല്ലേ, കോളിംഗ് അങ്ങനെ തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ ചെന്നായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചാറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതായത് ഫസ്റ്റത്തതും ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ശരിക്കും അൺഎക്സ്പെക്ടഡ് പോലെയാണ്. കാരണം ഫസ്റ്റത്തെ നമുക്ക് ഉറപ്പില്ല. ജോബ് കൊറോട്ടം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അതാണ് വരുമെന്ന് ഉറപ്പുണ്ടായില്ല. സെക്കൻഡ് മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് മീറ്റപ്പ് ആയിരുന്നു. ഈവൻ എനിക്കും ഒരു അൺഎക്സ്പെക്ടഡ് തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും ഈ ചേനെ വിളിക്കുന്നു വിചാരിച്ചിട്ടില്ല അന്നത്തെ ദിവസം. ഈ ചേനെ ഞാൻ വിളിച്ചതും ഈ ചേന എൻ്റെ ആ സമയത്ത് ആ ദിവസം എൻ്റെ അടുത്ത് വന്നതും അൺഎക്സ്പെക്ടഡ് മീറ്റപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഓർമ്മ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം എൻ്റെ വണ്ടി കിട്ടി എനിക്ക്.
ഡ്യൂക്കായിരുന്നു. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇല്ലാഞ്ഞു, അപ്പോൾ കുറച്ചാളില്ലാഞ്ഞു. ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പും ഡ്യൂക്കിലായിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു, ഞങ്ങൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫുൾ കറങ്ങിയിരിക്കുന്ന ആ ഒരു വണ്ടിയിലായിരുന്നു. ഇത് ഭയങ്കര മെമ്മറിയാണ് ഗൈസ് ആ ഒരു വണ്ടി ഞങ്ങൾക്ക്. പക്ഷെ ആ വണ്ടി ഞങ്ങൾ റീസൺസ് കാരണം വിറ്റു. ഇപ്പം ഇല്ല നമ്മുടെ കൂടെ ആ വണ്ടി. പക്ഷെ ഇപ്പോഴും ആ പോയത് ഓർക്കണത് ഇപ്പോഴും ഞങ്ങൾക്ക് സങ്കടമാണ് ഗൈസ്. ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറി ഉണ്ടായ ആ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ആരുടെങ്കിലും ഓണർഷിപ്പിലാണെങ്കിൽ ഇതെങ്ങനെ അറിയാൻ പറ്റുമല്ലേ? ആ വണ്ടി നമ്പർ എത്രയെന്ന് പറഞ്ഞു കമന്റ് ചെയ്തെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ആ വണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വാങ്ങിക്കാൻ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ആ വണ്ടി. അങ്ങനെ നമ്മള് നെല്ലിയാമ്പതി പ്ലാൻ ചെയ്തു. നെല്ലിയാമ്പതിയിലേക്ക് നെല്ലിയാമ്പതി പ്ലാൻ ചെയ്ത് വാട്സപ്പിൽ കൂടെ അല്ല, ആക്ച്വലി നമ്മള് ഒരു ട്രിപ്പ് പോകാനേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ട്രിപ്പും സ്ഥലം നമുക്കറിയില്ല, എവിടെ പോകണം എന്ന് അറിയത്തില്ല. അറിയത്തില്ല, നമുക്കത് പ്ലാൻ ചെയ്യാൻ അറിയാം. ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും വണ്ടി കയറി കണ്ട് എങ്ങോട്ട് പോകും നല്ല രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സുഭാഷ് പാർക്കിലാണ് കൂടുതൽ സമയം വന്നിരുന്നേ. കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്ക് കഴിയുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. ഒരു 3:30 നൈറ്റ് വരെയൊക്കെ ചിലപ്പോൾ ഇവിടെ ഇരിക്കും. ഇവിടുത്തെ വെട്ടം പോണവരെയൊക്കെ ഇരിക്കും. എന്നിട്ട് നമ്മൾ എവിടെ ഇങ്ങനെ കണ്ടിരിക്കും, നമ്മൾ വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് നെല്ലിയാമ്പതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ വാട്സാപ്പിൽ ട്രിപ്പ് പോകാന്ന് പറഞ്ഞു. നമ്മൾ ആ ദിവസം പോയപ്പോൾ ചാനലെടുത്ത് നെല്ലിയാമ്പതി പോകുന്നത് അതും ഒരു സീനാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ, അതെന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞൊരു കാര്യമുള്ളൂ, വൈകിട്ട് 6 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തിക്കണം. ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ആ ടൈമിൽ ഒരു വർക്കിന് പോകണ്ടായിരുന്നു. ആ വർക്ക് എനിക്ക് ഭയങ്കര ശല്യം വരുന്നു അവിടെ ഉള്ള ഒരാളെ കൊണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ വർക്ക് നിർത്തിയാൽ മതി. പക്ഷേ കാരണം 1 month ആയിട്ടുള്ളൂ അവിടെ പോയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കവിടെ എക്സിറ്റ് ചെയ്യുക, അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അവരെന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ലേറ്റ് ആവുക, അവരുടെ കോൾ വരെ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരെന്നെ അവിടെ നിന്ന് പുറത്താക്കണില്ല ഗൈസ്. പോകാൻ വേണ്ടിയിട്ട് എന്നെ പുറത്താക്കുമായിരുന്നു. ജോയ് ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഞാനവിടെ വർക്ക് ചെയ്യാനായിരുന്നു. അവിടുന്ന് ലീവ് ചോദിച്ചിട്ടാണ് ഗൈസ് ഞാൻ വന്നോണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് അവിടെ പോകണ്ട. കാരണം അവിടെ ഞാൻ പറയണില്ല സ്ഥലമൊന്നും. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യണമായിരുന്നു ആ ഓഫീസിൽ പോയിട്ട്. അപ്പോൾ ഞാൻ അവിടെ എന്തായാലും പോകില്ല എന്ന് ഡിസിഷൻ എടുത്തു. അന്നത്തെ ദിവസം രാവിലെ എന്തായാലും ഡിസിഷൻ എടുത്താൽ ഭയങ്കര സഫക്കേഷനായി തുടങ്ങി എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ പോകില്ല. അപ്പോൾ അന്നത്തെ ഒരു ദിവസം പോകാണ്ടിരിക്കുമ്പോൾ എന്തായാലും മാഡം കോൾ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും റീസൺ പറയും, ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യും. പപ്പയുടെ മമ്മയെടുത്തും ഞാൻ എന്തായാലും പറഞ്ഞ് അവിടെ നിന്ന് എന്തായാലും ഞാൻ അന്നത്തെ ദിവസം ആ ജോബ് നിർത്തുമെന്ന് ഉറപ്പായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ വർക്കിനെന്ന് പറഞ്ഞ് ഇറങ്ങി. മോർണിംഗ് 8 o'clock ആയപ്പോൾ ചേനെടുത്ത് വന്നിട്ട് നമുക്ക് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്തായിരിക്കും പറഞ്ഞത്. ലാസ്റ്റ് വല്ല വേളൊക്കെ പറഞ്ഞ് ഞാൻ ലീവ് വിളിച്ചു പറയണം. അങ്ങനെ ഞാൻ ഇച്ചേനെ വിളിച്ചു പറഞ്ഞു. ഇച്ചേൻ വന്നു. ഞാൻ പറഞ്ഞു അപ്പോൾ ഇച്ചേൻ നമുക്ക് പോകുന്നു. അപ്പോൾ ഇച്ചേൻ നമുക്ക് എവിടെ പോകുന്നത്, പാലക്കാട് നെല്ലിയാമ്പതി പോകാം. അങ്ങനെ വണ്ടി ഇവിടെ നേരെ നെല്ലിയാമ്പതിയിലോട്ട് പോയി. നെല്ലിയാമ്പതി പോയപ്പോഴത്തേക്കാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു സീൻ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ആക്ച്വലി അവിടെ നെല്ലിയാമ്പതിയിലെ അതെന്താണത്, ടോപ്പ് സ്റ്റേഷനാണ്. ചെക്ക് പോസ്റ്റ് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് ആണ്. പോയ മിക്കവർക്ക് അറിയാൻ പറ്റും. വ്യൂ പോയിന്റിലേക്ക് പോകണം മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കയറ്റുവാൻ മുമ്പ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ചെക്ക് പോസ്റ്റ് ഞങ്ങൾ പോണ സമയത്തിന്റെ ഒരു 1 month ബിഫോർ അവിടെ ഒരു ആക്സിഡന്റ് സൂയിസൈഡ് ചെയ്തത്. ഒരു കപ്പിൾസ് വന്നിട്ട് താഴത്തേക്ക് ചെയ്ത്. അപ്പൊ അത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങള് ഫ്രീക്കിലേക്ക് ചെന്നേക്കണത്. അപ്പൊ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങൾ കപ്പിൾസ് ആണോ, ഇത് മാരീഡ് ആണോന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. കല്യാണം കുറച്ച് വെച്ചേക്കണേണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് എന്തായാലും കൂടെ കയറണം എന്നൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഇച്ചാനുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇച്ചെന്റെ തലയിൽ ആ സമയത്തില്ല. അത് പറയാൻ റീസൺ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ പക്ഷെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് കൺഫേം പറയാനാണെങ്കിൽ വിടാന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചാൽ വൻ സീനാകുമല്ലോ. അച്ഛൻ്റെ വീട്ടിൽ പറ്റില്ല. വീട്ടിൽ പറയാനാണ് ഞങ്ങള് പോയേക്കണത്. അല്ല, വീട്ടിൽ പറയാൻ വേണ്ടിട്ട് ഇങ്ങനൊരു പേഴ്സണെ പറ്റി പറയാനൊന്നും ഇല്ലല്ലോ. എന്റെ ലൈൻ്റെ ഒപ്പം പറയാൻ വേണ്ടി പറ്റില്ല. ലൈനല്ല. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ പറയണ നമ്മൾ പോയേക്കണം. ഞാനും വർക്കിന് പോകുന്ന പറഞ്ഞോണ്ട് ഇറങ്ങിയേക്കണത്.
അമ്മിച്ചെടുത്ത് ഞാനും വർക്കിന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയേക്കണം. നമ്മള് ഇവിടെ ചെന്ന് ഫോറസ്റ്റാടെ മുമ്പിൽ പെട്ടേക്കണം. ഞാൻ ഈ നമ്മുടെ വണ്ടി ഇച്ചാൻ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിൽക്കുവാണ്. അതായത് ഇച്ചാൻ ഇപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് ഈ പോലീസുകാര് ഇച്ചാൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ്. അപ്പൊ ഇച്ചാൻ എന്ത് ചെയ്തു, ഒരാളെ ഫോൺ വിളിച്ചു. ഫോൺ വിളിക്കാൻ, അതായത് ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഹോസ്റ്റൽ കയറ്റി വിടാന്നല്ലോ. അപ്പൊ ഇച്ചാൻ അപ്പൊ തന്നെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഇച്ചാൻ ഒരു ഫ്രണ്ടിനെ ഇല്ല, ഫോക്സ് വാലിൽ തന്നെ വർക്ക് ചെയ്യണ യദു എന്ന് പറഞ്ഞ. അപ്പൊ അവന്റെ പറഞ്ഞിട്ടുണ്ട് ജോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചു. പക്ഷേ ഇത് അവനറിയാൻ പാടില്ല. ഫോണിൽ കൂടെ നമ്മളിപ്പോ സംസാരിക്കണത് ഇങ്ങനത്തെ സീക്രട്ട് കാര്യങ്ങളൊക്കെ അവര് കേൾക്കാണ്. അറ്റ്ലീസ്റ്റ് ആരും കേൾക്കാണ്ട് പതുക്കെയല്ലേ സംസാരിക്കണത്. ചാനല് ഒച്ചത്തില് എങ്ങനെയാണ് ചെയ്യാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എടാ ഇപ്പൊ ഞാൻ കറങ്ങാണ്ട് വന്നേക്കണേണ്. അപ്പൊ ഇവിടെ പോലീസ് പിടിച്ചേക്കണ, ചെക്ക് പോസ്റ്റിൽ പോലീസ് പിടിച്ചേക്കണേണ്. നീ പറയണം എന്റെ അച്ഛനാണെന്നും അച്ഛനാണെന്നും ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണെന്നും പറയണം. ഇച്ചാന്റെ പാർട്ടിന്ന് വീട്ടിൽ നിന്ന് വിളിക്കണത് യദു ആണ്, അച്ഛനാണെന്ന്. അച്ഛൻ യദു ആണ്. അപ്പൊ അവൻ പറഞ്ഞു ആ ഓക്കെ ആശാനെ അവിടെ ബോക്സ് ഓക്കെ ആശാനെ പറഞ്ഞിട്ട്. ഇത് പോലീസുകാര് മാത്രമല്ല, അടുത്ത എനിക്ക് ഇത്രയും ദൂരെ നിൽക്കണേ എനിക്ക് വരെ കേൾക്കാം. അങ്ങനെ പറയണം, അങ്ങനെ പറയണം, നീ എന്റെ അച്ഛനാണെന്നൊക്കെ എനിക്ക് വരെ. ഞാനപ്പോ പോലീസിടുമല്ലോ അങ്ങനെ വിചാരിച്ചു. കൈസ് അത്ര ഉച്ചല എനിക്ക് വെച്ചാൽ മൈൻഡ് ചെയ്യാൻ എങ്ങനെയെങ്കിലും പോയാൽ മതി, വേറെ ഒന്നും വെച്ചാൽ തിങ്ക് ചെയ്യണില്ല. കാരണം ഞാൻ പതുക്കെ പോലും സംസാരിക്കണില്ല. ചായന്റെ വിചാരം അത് പതുക്കെയല്ല, പതുക്കെയാണ് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചേക്കണേ ഞാൻ. പക്ഷെ അത് എല്ലാവരും കേൾക്കണം. പോലീസുകാർ വന്നിട്ട് കേൾക്കാത്ത ഞാൻ മാത്രം പോലീസുകാർ ചോദിക്കും. അങ്ങനെ അല്ല, കേൾക്കാത്ത ഞാൻ മാത്രം. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പോലീസുകാരുടെ ഫോൺ കൊണ്ടേ കൊടുക്കാൻ ഇത് അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞോട് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അച്ഛനെ താൻ വിളിക്കണൊക്കെ ഞാൻ ഫുൾ കേട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിടൂലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഞാൻ ശ്രമം അവസാനിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു എന്റെ അമ്മനെ അമ്മനോട് അപ്പം പറഞ്ഞില്ല. നമ്മള് പോയി, നമ്മൾ എന്നിട്ട് തിരിച്ചു പോയി കുറച്ച് അങ്ങോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്തു. കുറച്ച് അങ്ങോട്ട് ഇവരിന്ന് മാറി എന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു. ലിൻസി ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അമ്മയാണ് ഇട്ട് സംസാരിക്കാൻ. തിരിച്ചു വന്നിട്ട് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ അവിടെ പോയി പ്ലാൻ ചെയ്തിട്ട് നമ്മള് പോലീസുകാരുടെ അടുത്തെത്തിട്ട് ജോലിക്ക് പോയിക്കണേന്ന്. ഇപ്പൊ അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വീട്ടിലെത്തി, ഇത് ഫോണിലുണ്ടെന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു ആദ്യം തട്ടിപ്പല്ലേ പറഞ്ഞു, ഇനി അടുത്ത തട്ടിപ്പായിട്ട് വന്നതുകൊണ്ട് അവര് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഈ ലിൻസി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനാണ്. അപ്പൊ പോലീസുകാർ എന്തോ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെന്നോണ പറഞ്ഞല്ലേ, ദേഷ്യപ്പെട്ടുള്ള രീതിയിലാണ് പോലീസുകാർ സംസാരിച്ചത്. ഇപ്പോഴും തിരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി പോലീസുകാരോട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോലീസുകാർ ഫോൺ തന്നിട്ടാണ് രണ്ടും ഇപ്പൊ പോയിക്കോ, അല്ലെങ്കിൽ താഴെയുള്ള അടിമാലി പൊസിഷനിലേക്ക് അറിയിച്ചിട്ട് രണ്ടിനെയും പോലീസിനെ ഇടും. പിന്നെ ശരിക്കുള്ള അമ്മയപ്പനും വന്നാലേ വിടോളം പറഞ്ഞു. എനിക്ക് ചിരി സഹിക്കാൻ പറ്റണം. ഞാൻ അവിടെ വെച്ച് ഞാൻ ദൈവം എന്നെ കോളം നോക്കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി വെരി ഇന്നസെന്റ് ഗൈസ്. അന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചേർന്ന്. എനിക്ക് ആ സമയത്ത് മനസ്സിലായി. അങ്ങനെ ഒരു കുഞ്ഞ് സ്പാർക്ക്, ഒരു ഇഷ്ടമാണോ അതൊരു ഫ്രണ്ട്സും ആയിട്ടുണ്ടാവുന്ന ഒരു ഫീലാണ് എന്താ പറയുക. എനിക്ക് ആ സമയത്ത് ചാനലോട് ചെറിയൊരു ഇഷ്ടം തോന്നി. അപ്പോഴാണ് എനിക്ക് ചാനലോട് എനിക്ക് എന്ത് സ്നേഹമാണെന്ന് തോന്നി. ആ ഒരു സ്പാർക്ക് എനിക്ക് തോന്നിയത് ചാനൽ ഇന്നസെൻസിലൂടെയാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. ഈ ചാനൽ എത്ര പാവമാണെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്ക് ചാനലോട് ആ സമയത്താണ് ഈ ചാനലോട് ഒരു ലവ് സ്പാർക്ക് എനിക്ക് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ ഇച്ചാനപ്പോ സംസാരിക്കുകയാണ്. പിന്നെ അവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മള് വേറെ മല അവിടെ അടുത്തുണ്ടായ മലമ്പുഴ ഡാം കണ്ട്. മലമ്പുഴ ഡാമിൽ മഴ വന്നു, നല്ല മഴ വന്നു. മഴ വന്നപ്പോ ഞാൻ ഇങ്ങനെ പിടിച്ച് ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇതിങ്ങനെ പിടിച്ച കൈ അതായത് ഒരു കൊടയേ ഉള്ളു ഗൈസ്. അപ്പൊ ജോനെ ടച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തോ ഒരു പിന്നെ ഇതിങ്ങനെ പിടിച്ചിട്ട് കൊട അല്ല ഇങ്ങനെ പിടിക്കാൻ എനിക്ക് പറ്റണില്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി കേട്ടാണെങ്കിൽ ഉടുക്കത്തെ മഴയുടെ എനിക്കാണെങ്കിൽ തണുത്തിട്ട്. അപ്പൊ ഞാൻ ജോന്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കണം, ജോലി ചായ പിടിക്കാം ജോ നോ. ഞാൻ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും ജോ ചായ പിടിക്കാം നോ. പണ്ടര എനിക്ക് തണുത്തിട്ട് അപ്പൊ ഞാൻ കണ്ടത് ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ വെച്ചെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. തണുത്തിട്ട് അങ്ങനെ മഴയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി ഗൈസ്. പക്ഷെ അത് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ഞാൻ കുറെ ടൈം ഈ ചാനൽ മിററിൽ കൂടെ ഒക്കെ നോക്കാറുണ്ടായിരുന്നു. എനിക്ക് ഈ ചാനലോട് എന്തോ ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ സംസാരമൊക്കെ മാറി തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജോ ഇഷ്ടം എന്ന് പറഞ്ഞൊരു നിമിഷമുണ്ട്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് വന്നായിരുന്നു. ആക്ച്വലി നമുക്ക് സ്പാർക്ക്, ഒരു ലവ് സ്പാർക്ക് വന്നത് ഈ ചെക്ക് പോസ്റ്റിന് അവിടെ വെച്ചിട്ട് എനിക്ക് ചാനൽ ഒരു ചെറിയ ഇഷ്ടം വരുന്നത്. അങ്ങനെ അന്ന് നൈറ്റ് വന്ന് വാട്സപ്പിൽ കൂടി ചാനൽ എടുത്ത് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം
ഞാൻ ഒരു രീതിയിൽ പറഞ്ഞു, പക്ഷെ അതൊരിക്കലും ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ വെച്ചാൽ തോന്നി, എൻ്റെ ഒരു ബിഹേവിയറിൽ ഒരു ചേഞ്ച് വന്ന പോലെയൊക്കെ ഞാൻ തോന്നി. പക്ഷെ ഞാൻ പറയണത് ആ സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു മൊമെൻറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഇച്ചാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പോണത്, ഈ ലവ് കണ്ടിന്യൂ ചെയ്യാൻ പോണത്. ആ കാര്യം നമുക്ക് പാർട്ട് 3 കാണാം. ഇപ്പൊ തന്നെ ഒരുപാട് ആയിട്ടുണ്ടാവും. അപ്പോൾ പാർട്ട് 2 നമ്മുടെ സെക്കൻഡ് മീറ്റപ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായതും സ്പാർക്ക് വന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് പാർട്ട് 3. അപ്പോൾ പാർട്ട് 3 നമ്മൾ എന്തായാലും സൂപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യും. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക, ദെൻ പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ബൈ.